ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ യു ക്യാൻ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് സെക്കൻഡ് കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബോട്ടിൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ പീസ് പേപ്പറാണ് കേട്ടോ. അത് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ വീതി നീളം വരുന്നൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. എന്നിട്ട് അതിലൊരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആ പേപ്പറിന് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ഒരു ഹാഫ് പെറ്റലായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പെറ്റലിൻ്റെ 2 സൈഡും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 6 പെറ്റൽ വരുന്ന ഫ്ലവറാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് ആ ബോട്ടിലിൽ വെച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ബോട്ടിൽ മുഴുവനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ബോട്ടിൽ മുഴുവനായിട്ട് അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കളർ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. സാൽമൺ പിങ്കും ടീൽ ബ്ലൂ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സാൽമൺ പിങ്ക് കളർ വെച്ചിട്ട് ഓരോ ഫ്ലവറിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫ്ലവറിന് സാൽമൺ പിങ്കും കുറച്ച് ഫ്ലവറിന് ടീൽ ബ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ ബോട്ടിൽ ആ ഫ്ലവറിൻ്റെ ഷേപ്പ് വരച്ചെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ വരക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പോലും ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഫ്ലവർ കട്ട് ചെയ്യണ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതേ ഫ്ലവർ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഫ്ലവർ ഏതാണോ അത് കട്ട് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സിന് സാൽമൺ പിങ്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടീൽ ബ്ലൂ ഉപയോഗിച്ചിട്ട് ബാക്കി ഫ്ലവേഴ്സിനും കൂടെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബോട്ടിലിന് മുഴുവനായിട്ട് അങ്ങനെ ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഇയർബഡും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ കളർ രണ്ടും വെച്ചിട്ട് അതിൻ്റെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ബോട്ടിലിൻ്റെ നെക്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറച്ചുകൂടെ വലിയ ഡോട്ട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ വരക്കാൻ അറിയാത്തവർക്കാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്പ്രേ വാർണിഷാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ട്രൈ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് അമൃത CA വടകര. ഓണം കാർഡ് അയച്ചു തന്നിട്ടുള്ളത് ഫർസാനയാണ്. ടീച്ചേഴ്സ് കാർഡ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് റിഫ ഫാത്തിമ ഫ്രം കണ്ണൂർ കോയിപ്പാറ. അതുപോലെ ടീച്ചേഴ്സ് കാർഡ് തന്നെ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് ഫാത്തിമ ജുമാനയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഇനിയും പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.